ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ തലേ ദിവസം മാവൊക്കെ അരച്ച് അഥവാ പൊങ്ങിക്കളയുമെന്ന് വിചാരിച്ച് ഞാൻ എന്താ ഒരു പാത്രമൊക്കെ അതിനടിയിൽ വെച്ചിട്ടാണ് കലമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കിടന്നത് കേട്ടോ. പക്ഷെ രാവിലെ ആയപ്പോൾ മാവ് നല്ല പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷെ കളഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് ഭാഗ്യമായി. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യേണ്ടി വന്നേനെ കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് നല്ല കട്ടിക്ക് മാവൊക്കെ അരച്ച് വെച്ച് നല്ല ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ മാവൊക്കെ അരച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു, തുടരും. അപ്പോൾ നല്ല സിനിമയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് പിന്നെ വന്ന് ലേറ്റായി, 11 മണിയൊക്കെ ആയി. പിന്നെ കിടന്ന് ഉറങ്ങിയൊക്കെ എണീറ്റപ്പം താമസിച്ചു. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണമൊന്നും കട്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ പാടല്ലേ, ഇനി ഒത്തിരി താമസിക്കും. ഇപ്പം തന്നെ സമയം ലേറ്റായി രാവിലെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇഡലി വേണ്ട, ദോശയാക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇഡലി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും സമയമില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റി മസാല ദോശയാണ് കേട്ടോ. മസാല ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ കോഫി ഹൗസിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാല ദോശയല്ല, അല്ലാത്തൊരു മസാല ചേർത്തുള്ള ദോശയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മസാലയൊക്കെ വലിയ നല്ല ഫില്ലായി വരണമുണ്ട്, ഒരു ദോശയൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഞാനത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോപ്പർ ഇല്ലാത്തവർ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അതാണ് അതിന് ടേസ്റ്റ് കേട്ടോ. നമുക്ക് ദോശയ്ക്കകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിതുപോലെ ചോപ്പറിൽ 2 സവാള എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ ഓയിലൊക്കെ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ സാധാ പോലെ നല്ല വഴറ്റി എടുക്കുക. അപ്പോൾ ഇനി മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലതായിട്ടൊന്ന് നമുക്ക് സാധാ അറിയാലോ, ഒന്ന് വഴറ്റി എടുക്കണ പരുവം, ഒന്ന് വാടി വരണം നമ്മളെ സവാളയൊക്കെ ആ പരുവം. അപ്പോൾ നമുക്ക് ഈ മസാല ദോശ കഴിക്കാൻ പിന്നെ വേറെ കറിയുടെ ഒരു ആവശ്യമില്ല. ചമ്മന്തി സാമ്പാർ അതൊന്നും വേണ്ട. അതൊന്നും ഒരു കോമ്പിനേഷനേ അല്ല ഈ മസാല ദോശയ്ക്ക്. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ എണീക്കാൻ താമസിക്കുന്ന ദിവസവും എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉള്ള ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 സ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മൾ സവാളയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 ഏലക്ക ചതച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു മണം കിട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ്. അത് ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് ഇത്തിരി കൂടെ നമുക്ക് ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും ടേസ്റ്റ് ആ ചിക്കൻ മസാലയ്ക്ക് വരണം. അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോഴും മല്ലിപ്പൊടി മുളക് പൊടി എടുക്കണതിൻ്റെ 1/2 സ്പൂണ് കൂടുതൽ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഏലക്കയും ചതച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല ആ പച്ചമണം എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പൊടിയുടെ അല്ലെങ്കിൽ നമ്മൾ ദോശ കഴിക്കുമ്പോൾ ആ പച്ചമണം ഇങ്ങനെ മുന്നിട്ട് വരും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം മാറ്റിയിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ മസാല ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ടാണ്. അഥവാ ഓയിൽ ഒത്തിരി ഉപയോഗിച്ച് വിടാത്തവർ അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്പം ഈ സമയത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ മസാലയും സവാളയൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സായി വരും. അപ്പോൾ നമ്മളുടെ ആ മസാല എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ പരുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട മാത്രമേ ഉള്ളൂ. ഇതിൽ സവാളയോ പിന്നെ പച്ചമുളകോ ഉപ്പോ ഒന്നും ചേർക്കരുത്. ഉപ്പ് നമ്മൾ ഓൾറെഡി മാവിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഈ സവാളയുടെ മിക്സിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടയിലും കൂടെ ഉപ്പാകുമ്പോൾ ഒത്തിരി ഉപ്പായിപ്പോയി. അതുകൊണ്ട് മുട്ടയിൽ ഉപ്പൊന്നും ചേർക്കരുത്. മുട്ട മാത്രം നമുക്ക് എത്ര വേണോ അത് പതപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പരുവാക്കി എടുക്കുക കേട്ടോ. ചിക്കി എടുക്കുമെന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ പരുവം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല റെഡിയായി. ഇനി നമുക്ക് സാധാ പോലെ ദോശ ചുട്ടെടുക്കുക. ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മസാല ദോശ തയ്യാറാക്കൂലേ, അതുപോലെ നല്ല പരത്തിയിട്ട് എടുക്കണം കേട്ടോ. ചെറുതായിട്ട് തട്ട് ദോശ പോലെയല്ല, നൈസായിട്ട് നല്ല തിന്നായിട്ട് ഇരിക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗം നല്ലതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക്
നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യിലൊഴിച്ചിട്ട് ഈ മസാലയും കൂടെ വയ്ക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടാക്കിയതാണല്ലോ. ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതുകൊണ്ട് അപ്പോൾ നെയ്യൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിന് പകരം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് നെയ്യ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നമ്മുടെ മസാലയും ഫില്ല് ചെയ്ത് ഇതുപോലെ മടക്കി എടുക്കുക. അടിപൊളി ദോശയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവരുടെ വീട്ടിലും ദോശമാവ് കാണും, മുട്ട കാണും, സവാള കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ വൈകിട്ടത്തേക്ക് ആയാലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒരെണ്ണം കൊടുക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫില്ലാവും കേട്ടോ. അതിനകത്ത് ആ മുട്ടയുടെ ഫില്ലിങ്ങൊക്കെ വെച്ചതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം റെഡിയാക്കി മോനും കൊണ്ട് കൊടുത്ത് അവർ കഴിക്കും. അല്ലെങ്കിൽ ഇത് ഇഷ്ടമാണ്. അങ്ങനെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാനെന്താ 2 ചുട്ട് റെഡിയാക്കി വെച്ചു. ഇനി ഒരെണ്ണം മോൾക്കും കൂടെ റെഡിയാക്കി എടുക്കണേ. അവൾക്ക് അത്യാവശ്യം മസാല എല്ലാം ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പിള്ളേരൊക്കെ ഇത് കഴിക്കുക. ആർക്കും ഇഷ്ടമില്ലെന്ന് പറയില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഓരോരുത്തർ അവരവരുടെ വീട്ടിലെ ഇഷ്ടങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. ഇപ്പോൾ ചമ്മന്തിയും സാമ്പാറൊന്നും ഇതിനൊരു കോമ്പിനേഷനും അല്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ സാധാ മസാല ദോശയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും. പൊട്ടറ്റയൊക്കെ വേവിച്ചെടുക്കണം, പിന്നെ അത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ചായയൊന്നും കുടിച്ചില്ല, എണീറ്റിട്ട് താമസിച്ചുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് കോഫി പൊടി ഉണ്ടല്ലോ, അപ്പോൾ ഇത് 2 രൂപയുടെയാണ് കേട്ടോ. ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഇവിടെ മോന് കോൾഡ് കോഫി ഉണ്ടാക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ ഒത്തിരി വാങ്ങിച്ച് വയ്ക്കുമ്പം അവന് കണക്കറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഒത്തിരി വാരിയിടും. പിന്നെ അത് കയ്പ്പായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ സ്പൂണൊക്കെ അഴുക്ക സ്പൂണൊക്കെ ഇടുമ്പോൾ അത് മൊത്തം കട്ടിയായിപ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ മതി, നമുക്ക് ഒരു കോഫിയുടെ കണക്കായിട്ട് കിട്ടും. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കുകയാണ് കേട്ടോ പതിവ്. അപ്പം ഞാനും ഒരെണ്ണമാണ് എടുത്തത്. അപ്പോഴാണ് അവിടെ ഇരുന്ന് അവൻ വിളിച്ച് പറയണേ എനിക്കും വേണം കോഫി. അങ്ങനെ പിന്നെ ഞാൻ 2 പാക്കറ്റ് പൊട്ടിച്ചിട്ട് കോഫിയും കൂടെ ഇട്ടു. നല്ല ടേസ്റ്റാണ് കോഫിയും കൂടെ ചേർത്ത് ഇത് കഴിക്കാൻ. നമ്മൾ ആ ഫില്ലിങ്ങും ആയിട്ട് കഴിക്കാനേ, വേറെ കറിയൊന്നും എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കോഫിയും കൂടെ ആകുമ്പം നല്ല ടേസ്റ്റാണ്. ചായ ആയാലും കുഴപ്പമില്ല, കട്ടനായാലും കുഴപ്പമില്ല, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ എടുത്ത് ഞാൻ വിചാരിച്ച് ഇനി കോഫി ഇട്ട് കുടിക്കാം, മോനും കൊടുക്കണം, മോക്ക് വേണം. അങ്ങനെ ഞാൻ പാകത്തിന് പാലും വെള്ളവും 2 പാക്കറ്റ് കോഫി പൗഡർ ഇട്ട് തിളപ്പിച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇനി നമ്മൾ ചായ അടിക്കും പോലെ നല്ലതായിട്ട് എത്രത്തോളം അടിച്ചെടുക്കുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കോഫിക്ക്. അങ്ങനെ അത് നല്ലതായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് മോനും കൊണ്ട് കൊടുത്ത് പിന്നെ ഞാനും എടുത്ത് കേട്ടോ. അങ്ങനെ അതാ ഞാനും എനിക്കുള്ള 2 ദോശയും 1 ഗ്ലാസ് കോഫി എടുത്ത് നല്ല വയറ് ഫില്ലായി കുടിച്ച് കഴിച്ച്. അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കും, വേറെ ആരും ഇവിടെ ഇരുന്ന് കഴിക്കാറില്ല കേട്ടോ സത്യം. ഏട്ടനായാലും ശരി മക്കളായാലും ശരി അവർ TV കാണുന്ന സ്ഥലത്തായിരുന്നു ഫുഡ് കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെ ഏത് സമയത്ത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ പിന്നെ ഒത്തിരി ലേറ്റായൊക്കെ ആയപ്പം വിശപ്പായിട്ട് ഞാൻ പിന്നെ ഈ പാചകം ചെയ്യുന്ന സമയത്ത് ക്ലീനിങ്ങൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്ന് അവിടെ എല്ലാം ഒന്ന് എടുത്ത് മാറ്റി നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളും വന്നു. ഇത്രയും പാത്രം വരൂലായിരുന്നു നമ്മളിങ്ങനെ ഇടയ്ക്ക് പാചകം ചെയ്യുമ്പം കഴുകി കൂടെ നിന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നിനും നിന്നില്ല, നേരെ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടേ നിന്ന്. അതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ നമ്മളെ ജോലി ഇനി പെട്ടെന്ന് നടക്കുള്ളൂ. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയാണേ. അങ്ങനെ പാത്രം കഴുകുന്ന ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനൊത്തിരി സന്തോഷമുണ്ട്. 500K ഒക്കെ കഴിഞ്ഞ് ഒരു ഇതാണ് കേട്ടോ. അത് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലിക്വിഡ് തയ്യാറാക്കുന്നത് 5 രൂപയുടെ നമ്മുടെ സോപ്പിട്ട ലിക്വിഡ് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നു, അത് നല്ലതാണ്. അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ വയ്ക്കുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ.
അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ സിങ്കൊന്നും ക്ലീൻ ചെയ്തില്ല കേട്ടോ. എനിക്കിനി മീൻ റെഡിയാക്കി എടുക്കണം. വങ്കട മീനാണെന്ന് കിട്ടിയിട്ടുള്ളതേ. പിന്നെ തലേദിവസത്തെ മോര് കറിയുണ്ട്. അപ്പം ഞാൻ ഈ മോര് കറിയൊക്കെ വയ്ക്കുമ്പം 2 ദിവസത്തേക്ക് വയ്ക്കും. അപ്പോൾ അതുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. ഈ പുളിപ്പുള്ള കറിയൊക്കെ നമ്മൾ 2 ദിവസം വെച്ചാലേ നമ്മൾ ഈ വീട്ടമ്മമാർക്ക് അതൊരു എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ കിടന്ന് എപ്പോഴും വയ്ക്കേണ്ടി വരും. അപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ അത് വെച്ചിട്ടുണ്ട്. പിന്നെ പയർ തോരൻ വയ്ക്കുക. അപ്പോൾ പയർ ഞാൻ ഇതുപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുക്കണമെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ ആ റബ്ബർ ബാൻഡ് അങ്ങ് മാറ്റി കൊടുക്കും. അപ്പോൾ ഇനി മീനും വയ്ക്കണം, തോരനൊക്കെ വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.